Hi friends, welcome to my YouTube channel H Media. ഈ വീഡിയോയിലൂടെ 3D2 AutoCAD എന്ന ഒരു ഫ്രീ സ്ക്രിപ്റ്റാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 3ds Maxന്റെ ഏതൊരു വെർഷനിലും ഈ ഒരു സ്ക്രിപ്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഇന്റീരിയർ ആർക്കിടെക്ചർ പ്രൊജക്റ്റുകളിൽ കോംപ്ലിക്കേറ്റഡ് ആയ 3D മോഡൽസുകളിൽ നിന്ന് അതിന്റെ 2D പ്രൊജക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാനും ഇതുപോലെ ക്രിയേറ്റ് ചെയ്യുന്ന 2D പ്രൊജക്ഷൻസുകൾ യൂസ് ചെയ്തുകൊണ്ട് സെക്കൻഡുകൾക്കുള്ളിൽ AutoCADലേക്ക് എക്സ്പോർട്ട് ചെയ്യാനും തുടർന്ന് ക്ലീൻ ആൻഡ് പ്രിസൈസ് ഡ്രോയിങ്സ് ക്രിയേറ്റ് ചെയ്യാവുന്നതുമാണ്. ഈ ഒരു സ്ക്രിപ്റ്റ് എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ ഫ്രീ ആയി ആക്സസ് ചെയ്യാം എന്നെല്ലാം ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. ഇവിടെ കാണുന്ന ഈ ഒരു ചെയറിന്റെ മോഡലിലാണ് 3D2 AutoCAD എന്ന ഈ ഒരു ഫ്രീ സ്ക്രിപ്റ്റ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. 2D പ്രൊജക്ഷൻസ് ക്രിയേറ്റ് ചെയ്യേണ്ട മോഡൽസിനെ എഡിറ്റബിൾ പോളിയായി കൺവേർട്ട് ചെയ്യേണ്ടതാണ്. എഡിറ്റബിൾ പോളി യൂസ് ചെയ്ത് 3 പാർട്ടായിട്ടാണ് ഈ മോഡൽസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ചെയറിന്റെ സീറ്റ്, ലെഗ്സ്, ഇതിന്റെ സപ്പോർട്ട് സെപ്പറേറ്റ് എഡിറ്റബിൾ പോളി മോഡൽസ് ആണെന്ന് ഇവിടെ നിന്നും കാണാവുന്നതാണ്. ഈ ചെയറിന്റെ 2D പ്രൊജക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിനായി ഈ 3 പാർട്ടിനെ അറ്റാച്ച് ചെയ്യേണ്ടതാണ്. വെർട്ടെക്സ് സെലക്ട് ചെയ്തുകൊണ്ട് ഈ ചെയറിന്റെ മോഡലിനെ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. അടുത്തതായി 3D2 AutoCAD എന്ന ഈ ഒരു സ്ക്രിപ്റ്റിന്റെ ഗോ AutoCAD എന്ന ഈ ഒരു ബട്ടൺ ഇവിടെ കാണാവുന്നതാണ്. നമ്മുടെ മോഡൽ സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. സെക്കൻഡുകൾക്കുള്ളിൽ നമ്മൾ സെലക്ട് ചെയ്ത ഈ ചെയറിന്റെ ടോപ്പ്, ഫ്രണ്ട്, സൈഡ് തുടങ്ങിയ 2D പ്രൊജക്ഷൻസ് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്തതായി ഇവിടെ കാണുന്ന ഈ ഒരു ഹൈപ്പോളിഗൺ മോഡലിലാണ് 2D പ്രൊജക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനായി ഈ ഒരു മോഡൽ സെലക്ട് ചെയ്യാം. ഇനി ഗോ AutoCAD എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിന്റെ 2D പ്രൊജക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാം. ഈ മോഡലിന്റെ 2D പ്രൊജക്ഷൻസ് ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുകയാണ്. ഇനി നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ 2D പ്രൊജക്ഷൻസ് സെലക്ട് ചെയ്തുകൊണ്ട് 3ds Maxന്റെ ഫയൽ മെനുവിൽ നിന്നും എക്സ്പോർട്ട് സെലക്റ്റഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാം. നമുക്ക് ഈ ഒരു ഫയൽ സേവ് ചെയ്യേണ്ട ലൊക്കേഷൻ സെലക്ട് ചെയ്തുകൊണ്ട് ഇതിന്റെ ഫയൽ നെയിം സെറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം സേവ് ആസ് ടൈപ്പിൽ നിന്നും AutoCAD DWG എന്ന ഈ ഒരു ഫയൽ ഫോർമാറ്റ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. നമ്മളിവിടെ ഈ ഒരു ഫയൽ ഫോർമാറ്റ് സെലക്ട് ചെയ്തതിനു ശേഷം സേവ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ എക്സ്പോർട്ട് ടു AutoCAD ഫയൽ എന്ന ഈ ഒരു വിൻഡോയുടെ ഓപ്പൺ ആയിരിക്കുകയാണ്. AutoCAD 2013 എന്ന വെർഷനാണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. സെലക്ടഡ് ഒബ്ജക്ട്സ് എന്ന ഈ ഒരു ഓപ്ഷനാണ് ഇതിൽ സെലക്ട് ചെയ്യേണ്ടത്. ജോമെട്രി ഓപ്ഷൻസിൽ ഇവിടെ ഓപ്ഷനുകൾ ഡിഫോൾട്ടായി ആക്റ്റീവ് ആണെന്ന് ഇവിടെ കാണാവുന്നതാണ്. ഇനി ഓക്കെ പ്രസ് ചെയ്തുകൊണ്ട് 2D പ്രൊജക്ഷൻസിനെ AutoCADലേക്ക് എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത 2D പ്രൊജക്ഷൻസ് AutoCAD ഓപ്പൺ ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. നമ്മൾ സേവ് ചെയ്ത ഫയൽ ഇവിടെ കാണാവുന്നതാണ്. ഇത് സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യാം. AutoCADൽ ഐസോമെട്രിക് വ്യൂവിലാണ് 2D ഡ്രോയിങ്സ് ഇവിടെ കാണുന്നത്. ഈ ഒരു ടോപ്പ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിതിനെ ചെക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു സ്ക്രിപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് എത്ര കോംപ്ലിക്കേറ്റഡ് ആയ 3D മോഡൽസിന്റെയും 2D പ്രൊജക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാനും ഇതിലൂടെ AutoCADൽ ക്ലീൻ ആൻഡ് ക്ലിയർ ആയ 2D ഡ്രോയിങ്സ് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇതൊരു ഫ്രീ സ്ക്രിപ്റ്റ് ആണ്. ഈ സ്ക്രിപ്റ്റിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും ആക്സസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നതിനായി സ്ക്രിപ്റ്റിനെ സെലക്ട് ചെയ്ത് 3ds Maxന്റെ വ്യൂ പോർട്ടിലേക്ക് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാവുന്നതാണ്. ഇവിടെ 3D2 AutoCAD എന്ന ഈ ഒരു സ്ക്രിപ്റ്റ് 3ds Maxലേക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ആവശ്യമുള്ള മോഡൽസിനെ സെലക്ട് ചെയ്ത് അതിന്റെ 2D പ്രൊജക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിനായി ഈ ഒരു സ്ക്രിപ്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.